ലെഫ്റ്റ് സൈഡിൽ താഴത്തെ ഭാഗത്തും അല്ലെങ്കിൽ ഇലയുടെ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും ലെഫ്റ്റ് മുകളിലായിട്ടും നമുക്ക് അച്ചാറുകൾ 3 നമ്മൾ വിളമ്പും. മാങ്ങ, നാരങ്ങ. പിന്നെ അതിൻ്റെ താഴെയായിട്ട് പുളിയിഞ്ചിയും വിളമ്പും, കിച്ചടിയും വിളമ്പും. ഏറ്റവും താഴെ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും താഴെയായിട്ട് ഉപ്പും വിളമ്പും. ഇങ്ങനത്തെ ഉപ്പേരി വറുത്തുപ്പേരി, അതായത് കായ വറുത്ത് ശർക്കര ഇട്ട് വയ്ക്കും. പിന്നെ അതിൻ്റെ സൈഡിൽ ഇലയ്ക്ക് വെളിയിൽ ഇലയോട് ചേർത്ത് വളം വയ്ക്കും. പിന്നെ ഉപ്പേരി വിളമ്പതിൻ്റെ മുകളിൽ നമ്മൾ പപ്പടം വയ്ക്കും. അതിനുശേഷം തൊട്ടപ്പുറം തോരൻ വിളമ്പും. തോരൻ്റെ തൊട്ടപ്പുറം നമ്മൾ എരിശ്ശേരിയോ അല്ലെങ്കിൽ കൂട്ടുകറി ഏതാണെന്ന് വെച്ചാൽ അത് വിളമ്പും. അതിൻ്റെ തൊട്ടപ്പുറം പച്ചടി വിളമ്പും. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറം ഓലൻ വിളമ്പും. ഏറ്റവും റൈറ്റ് സൈഡിലായിരിക്കും, അതായത് ഇലയുടെ നമ്മുടെ വലത് കൈയുടെ ആവുകൊണ്ട് ഏറ്റവും റൈറ്റ് സൈഡിൽ മുകൾ ഭാഗത്തായിട്ടായിരിക്കും അവിയൽ വിളമ്പും. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ കൺസ്യൂം ചെയ്യുന്നത് ആ ഒരു സാധനമാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവിയലിൻ്റെയും ഓലൻ്റെ ഇടയ്ക്ക് നമ്മൾ പച്ചടി കൂടി വിളമ്പും. പിന്നെ ചോറ് കഴിഞ്ഞാൽ വടക്കൻ കേരളത്തിലാണെങ്കിൽ ഇലയുടെ അരിയിലാണ് പരിപ്പ് വിളമ്പുക. അല്ലെങ്കിൽ ആദ്യം പരിപ്പ് വിളമ്പും, നെയ്യും പരിപ്പ് വിളമ്പും, പിന്നെ സാമ്പാർ വിളമ്പും, രസം വിളമ്പും, പുളിശ്ശേരി. ചില സ്ഥലത്ത് പായസം വിളമ്പിട്ട് പുളിശ്ശേരി വിളമ്പും. ചില സ്ഥലത്ത് പായസത്തിന് മുൻപ് പുളിശ്ശേരിക്കും കൂടി ചേർന്ന് പുളിശ്ശേരി കൂടി വിളമ്പിയതിന് ശേഷം പായസം വിളമ്പിട്ട് മോര് വിളമ്പും.